Hi friends, welcome to a new video. ഇന്നത്തെ വീഡിയോയിൽ റൈറ്റിംഗ് ഫോർ അക്കാഡമിക് ആൻഡ് പ്രൊഫഷണൽ സക്സസ്സിൽ തേർഡ് യൂണിറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദ പ്രോസസ് ഓഫ് റൈറ്റിംഗ് ആണ് തേർഡ് യൂണിറ്റ്. ഇതിൽ 3 മേജർ പ്രോസസ് ഓഫ് റൈറ്റിംഗ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഇസ് പ്രീ റൈറ്റിംഗ് ആണ്. പ്രീ റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുമ്പേ എഴുതി തുടങ്ങുന്നതാണ്. അതായത് നമ്മളൊരു പേപ്പർ സബ്മിറ്റ് ചെയ്യുക അല്ലെങ്കിൽ പ്രൊജക്റ്റ് ചെയ്യുന്നതിന് മുമ്പേ റഫ് കോപ്പി എഴുതുന്നതിനെയാണ് പ്രീ റൈറ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ അതിനെ പറ്റിയിട്ട് റഫായിട്ട് എഴുതി തുടങ്ങുക. കുറച്ച് എഴുതി കഴിയുമ്പോഴാണ് അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, അല്ലെങ്കിൽ ആ ഒരു ലാംഗ്വേജ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്, അതോ വേറെ ടൈപ്പ് ഓഫ് ലാംഗ്വേജ് ഉപയോഗിക്കണോ എന്നൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് പ്രീ റൈറ്റിംഗ് ചെയ്യുന്നത്. പ്രീ റൈറ്റിംഗ് ചെയ്തതിന് ശേഷം റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക, ഒറിജിനൽ റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തതിന് അത് റൈറ്റ് ചെയ്ത് അത് കൺക്ലൂഡ് ചെയ്ത് കഴിയുമ്പോൾ റിവൈസ് ചെയ്യുക, വീണ്ടും അത് വായിച്ചു നോക്കുക, അതിലെവിടെയൊക്കെയാണ് തെറ്റുകളുള്ളത് എന്ന് മനസ്സിലാക്കി തിരുത്തുക. ഇത്രയും കാര്യങ്ങളാണ് മേജർ പ്രോസസ് ഓഫ് റൈറ്റിംഗ്, അക്കാഡമിക് റൈറ്റിംഗ്. ഫസ്റ്റ് വൺ പ്രീ റൈറ്റിംഗ്, സെക്കൻഡ് വൺ റൈറ്റിംഗ് ആൻഡ് തേർഡ് വൺ റിവൈസിങ്. ഇനി അടുത്തത് ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്സ് ഏതൊക്കെയാണ്, അതായത് ഈ ടൈപ്പ് ഓഫ് 3 മേജർ പ്രോസസ് ഓഫ് റൈറ്റിംഗ് നമ്മൾ കണ്ടു. അതിന് നമ്മൾ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്സ് ഏതൊക്കെയാണ് എന്നാണ് ഇവിടെ നോക്കുന്നത്. ഫസ്റ്റ് വൺ, ഡിസൈഡ് ഓൺ വാട്ട് യു വാണ്ട് ടു സ്റ്റഡി. നിങ്ങൾ ഏത് വിഷയമാണ്, ഏത് ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് സ്റ്റഡി നടത്തുന്നത് എന്ന് കണ്ടെത്തുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ സബ്ജക്റ്റ് ചൂസ് ചെയ്യുക, ഏത് സബ്ജക്റ്റാണ് എന്നുള്ളത് ചൂസ് ചെയ്യുക. സബ്ജക്റ്റ് ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എഡ്യൂക്കേഷനാണ് നിങ്ങളുടെ ടോപ്പിക് എങ്കിൽ എഡ്യൂക്കേഷനിൽ തന്നെ ഡിഫറെൻറ്റ് ഫീൽഡ്സ് ഉണ്ട്. അത് ടീച്ചേഴ്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിലാവാം, സ്റ്റുഡൻസിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിലാവാം. സ്റ്റുഡൻസിൻ്റെ തന്നെയാണെങ്കിൽ അത് ഏത് ടൈപ്പ് ഓഫ് ടോപ്പിക്കാണ് എടുക്കേണ്ടത്, അവരുടെ അക്കാഡമിക് ലെവലിലുള്ളതാണോ അത് വേറെ എന്തെങ്കിലും ആണോ, ഇങ്ങനെയുള്ള പല ടൈപ്പ് ഓഫ് ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഏത് ഏരിയ ആണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. സബ്ജക്റ്റ് ചൂസ് ചെയ്യുമ്പോൾ തന്നെ വൈഡായിട്ടാണ് സബ്ജക്റ്റ് വരിക. അതിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ ചൂസ് ചെയ്യണം. അതാണ് ഏരിയ ഫോക്കസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഏരിയ ഫോക്കസ് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ടോപ്പിക്ക് ഫോർമുലേറ്റ് ചെയ്യണം, ഡെവലപ്പ് ചെയ്യണം. ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ സ്റ്റഡി നടത്താനായിട്ട്. അണ്ടർസ്റ്റാൻഡ് ദ പേർപ്പസ് ആൻഡ് ഓഡിയൻസ് ഓഫ് യുവർ വർക്ക്. പേർപ്പസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഏത് പ്രശ്നത്തെ പറ്റിയാണ് നിങ്ങൾ പറയുന്നത്, അതിൻ്റെ പേർപ്പസ് എന്താണ്, നിങ്ങൾ എന്തിനു വേണ്ടി സ്റ്റഡി നടത്തുന്നു, അതിനൊരു പേർപ്പസ് ഉണ്ടായിരിക്കണം. അപ്പോൾ ആ പേർപ്പസ് എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഏത് ടൈപ്പ് ഓഫ് ഓഡിയൻസിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ സ്റ്റഡി നടത്തുന്നത്, അത് ഏജ് ഏതാണ് എന്നതാണ് അവിടെ വരുന്നത്. ഏജ് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, വായനക്കാരെ അവിടെ ഉദ്ദേശിക്കുന്നത് ഓഡിയൻസ് അല്ലെങ്കിൽ റീഡറാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ലിസണറാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ടൈപ്പ് ഓഫ് ഓഡിയൻസിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ എഴുതാനായിട്ട്. അപ്പോൾ അതൊരു ഏജ് ലിമിറ്റ് ഉണ്ട്. ഇപ്പം 10 years ഓഫ് ഏജിൽ വരുന്നതാണെങ്കിൽ അതേ രീതിയിലുള്ളതായിരിക്കണം നമ്മളുടെ എഴുത്ത് എന്ന് പറയുന്നത്. അതിപ്പോൾ 10 to 15 ആണെങ്കിൽ അപ്പം എഴുതുന്ന രീതിയിൽ വ്യത്യാസം വരും. അപ്പം ഓരോ ഏജിനനുസരിച്ച് നമ്മളുടെ റൈറ്റിംഗ് സ്റ്റൈലിൽ ഡിഫറെൻ്റ് ആയിരിക്കും. അതാണ് അവിടെ ഓഡിയൻസ് ഓഫ് യുവർ വർക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് കളക്ട് ഇൻഫോർമേഷൻ ഓർ എക്സ്പേർട്ട് സോഴ്സസ്. അതായത് മറ്റ് ഇൻഫോർമേഷൻസ്, നമ്മൾക്ക് വേണ്ട സ്റ്റഡിക്ക് ആവശ്യമായിട്ടുള്ള മറ്റുള്ളവർ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ളവർ എഴുതിയിട്ടുള്ള സോഴ്സസ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ മറ്റുള്ളവരുടെ റൈറ്റിങ്സിൽ നിന്നുമാണ് അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞതിൽ നിന്നുമാണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എക്സ്പേർട്ട് സോഴ്സസ് അല്ലെങ്കിൽ കളക്ട് ഇൻഫോർമേഷൻ എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുമ്പം അതിൻ്റെ തന്നെ ബിബ്ലിയോഗ്രാഫി അപ്പോൾ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോകണം. അതായത് റെഫറൻസസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഏത് ഓഥർ ഏത് ബുക്കിൽ ഏത് പേജിൽ പറഞ്ഞ കാര്യങ്ങളാണ് എന്നുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് പോവുക. അത് അവസാനം നമ്മൾ റെഫറൻസിൽ നമ്മൾ ആഡ് ചെയ്യേണ്ടത് ആണ്. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് പ്രിപ്പയർ എ ഫ്രെയിം വർക്ക് ഓർ സ്ട്രക്ചർ ടു വർക്ക്. അതായത് ഒരു ഫ്രെയിം വർക്ക് ഉണ്ടായിരിക്കണം. ഇവിടെ ഫൈനലൈസ് ദ ബേസിക് പ്രിമിസസ്. എന്താണ് നിങ്ങളുടെ പ്രിമിസ്, എന്താണ് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യത്തെ പറ്റിയിട്ട് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. അതിനൊരു സ്ട്രക്ചർ നിങ്ങൾ ഓൾറെഡി ഫോളോ ചെയ്യണം. ഏതൊക്കെ കാര്യങ്ങൾ, ഏതൊക്കെ പോയിന്റ്സ് ആണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, അത് ഏത് രീതിയിൽ പറയണം, എങ്ങനെ പറഞ്ഞാലാണ് അതൊരു കൺക്ലൂഡിങ് ലെവലിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഓൺലൈൻ ടീച്ചിങ് എന്ന് പറയുന്നത് ഹെൽപ്ഫുൾ ആണോ അല്ലയോ, ഹെൽപ്ഫുൾ ആണ് എങ്കിൽ എന്തുകൊണ്ട് അത് ഹെൽപ്ഫുള്ളായി മാറുന്നു, അതിൻ്റെ പോയിന്റ്സ്, മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്, അതിനെ ഡിവൈഡ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് പോകണം. ആ ഒരു രീതിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ കീ പോയിന്റ്സിനെ കണ്ടെത്തുക. പാറ്റേൺ ഓഫ് ദ വർക്ക്, അതായത് നമ്മൾ ഏത് രീതിയിലാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇറ്റ്സ് ഹെൽപ്ഫുൾ, മെറിറ്റ്സ് ആണ് കൂടുതലുള്ളത് എന്നാണെങ്കിൽ ആ രീതിയിൽ അതിൻ്റെ പാറ്റേൺ ഫ്രെയിം വർക്ക് ചെയ്യണം. അതേപോലെ തന്നെ ഇതിപ്പോൾ ഡീമെറിറ്റ്സ് ആണ് കൂടുതലുള്ളത് എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ രീതിയിലേക്ക് ആ ഒരു റൈറ്റിങ്ങിനെ
മാറ്റിയെടുക്കേണ്ടത് ആവശ്യമാണ്. ഹൗ ടു ഡിവൈഡ് ഇറ്റ് ഇൻ ടു പാരഗ്രാഫ്സ്. പാരഗ്രാഫ് ഡിവിഷൻ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിപ്പോൾ നിങ്ങൾ എസ്സേ എഴുതുമ്പോഴാണ് എങ്കിലും അല്ല, ഈ അക്കാഡമിക് റൈറ്റിംഗ് ലെവൽ വരെയാണ്. ഇപ്പം എക്സാം ഷീറ്റിൽ എസ്സേ എഴുതുമ്പോഴാണെങ്കിലും ഒരു പാരഗ്രാഫ് എഴുതുമ്പം അതിൻ്റെ ഫസ്റ്റ് ലൈനിൽ ആ ടോപ്പിക്കിനെ പറ്റി പറഞ്ഞിട്ട് ബാക്കി ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ആ പാരഗ്രാഫിൽ ഉൾക്കൊള്ളിക്കുക. അടുത്ത പോയിന്റ് ആയിരിക്കണം അടുത്ത പാരഗ്രാഫിൽ വരുന്നത്. അപ്പോൾ ഒരു പോയിന്റിനെ ബേസ് ചെയ്തിട്ട് ഒരു പാരഗ്രാഫ് എഴുതാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയാണ് ഇവിടെ എഴുതണമെന്നും പറയുന്നത്. ഹൗ ടു ഡിവൈഡ് ഇറ്റ് ഇൻ ടു പാരഗ്രാഫ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം, ഒരു കീ പോയിന്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം ഒരു പാരഗ്രാഫ് വരുന്നത്. അങ്ങനെയാണ് ഡിഫറെൻറ്റ് പാരഗ്രാഫ്സിനെ നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് സ്റ്റാർട്ട് റൈറ്റിംഗ് ആണ്. നമ്മൾ ആദ്യം ടോപ്പിക്ക് കണ്ടുപിടിക്കുന്നു, അതിന് മറ്റുള്ളവർ പറഞ്ഞിരിക്കുന്ന സോഴ്സസ് കണ്ടുപിടിക്കുന്നു, എങ്ങനെയാണ് എഴുതേണ്ടത്, അതിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ് എന്നതിനൊരു രൂപം കണ്ടെത്തുന്നു, പിന്നെ നമ്മൾ എഴുതാനായിട്ട് തുടങ്ങുകയാണ്. എഴുതാൻ തുടങ്ങുമ്പോൾ ആദ്യം ഡ്രാഫ്റ്റ് ചെയ്യണം. സ്വന്തമായിട്ടൊരു റഫ് കോപ്പി ചെയ്തു വയ്ക്കുന്നു. പിന്നെ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ മാറ്റം വരുത്തണമെന്ന് എഡിറ്റ് ചെയ്യുക. പിന്നെ അത് വീണ്ടും റിവൈസ് ചെയ്യുക. അങ്ങനെ ഒരു ഫൈനൽ കോപ്പിയിലേക്ക് എത്തുക. പ്രിപ്പയർ ദ ഫൈനൽ ഡ്രാഫ്റ്റ് ആൻഡ് സബ്മിറ്റ്. ഇപ്പോൾ ഫൈനൽ കോപ്പി ചെയ്തതിന് ശേഷം അത് നിങ്ങളുടെ ആർക്കാണോ സബ്മിറ്റ് ചെയ്യേണ്ടത് അവർക്ക് സബ്മിറ്റ് ചെയ്യും. അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്യണം, ഒരു ചെക്ക് ലിസ്റ്റും കൂടി അതിൻ്റെ കൂടെ വെക്കണം. ചെക്ക് ലിസ്റ്റ് വെക്കുന്നത് ഈ ഫൈനൽ കോപ്പി നല്ല രീതിയിലാണോ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചെക്ക് ലിസ്റ്റ് വെക്കുന്നത്. ഇനി അടുത്ത ഇത് എന്ന് പറയുന്നത് ഓഡിയൻസിൻ്റെ അനാലിസിസ് ആണ്. റൈറ്റർ നീഡ് ടു ഹാവ് എ ക്ലിയർ ഐഡിയ അബൌട്ട് ദ ഓഡിയൻസ്. അതായത് നമ്മൾ ഏത് തരത്തിലുള്ള ആളുകൾക്കാണ് നമ്മളിത് ചെയ്തു കൊടുക്കുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു ക്ലിയർ ഐഡിയ ഉണ്ടാകേണ്ടത് എപ്പോഴും ആവശ്യമാണ്. അപ്പം ഹൂ ആം ഐ റൈറ്റിംഗ് ഫോർ, ഞാൻ ആർക്കാണ് എഴുതുന്നത്, ഏത് തരത്തിലുള്ള ആളുകൾക്കാണ് എഴുതുന്നത് എന്നതിനെ പറ്റിയിട്ട് ഒരു ക്ലിയർ ഐഡിയ ഉണ്ടായിരിക്കണം. ക്ലിയർ ഐഡിയ ഉണ്ടാകുക മാത്രമല്ല, റീഡർ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് എഴുതാനായിട്ട് സാധിക്കണമെങ്കിൽ നമ്മൾക്ക് ആ ക്ലിയർ ഐഡിയ ഉണ്ടായെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. വാട്ട് ഡു ഐ വാണ്ട് മൈ റീഡർ ടു തിങ്ക് അബൌട്ട് മൈ ടോപ്പിക്. അതായത് എനിക്ക് പറയാനുള്ള ആശയം റീഡറിൻ്റെ ആശയം കൂടി ആയി മാറുന്ന രീതിയിൽ എനിക്ക് എഴുതാനായിട്ട് സാധിക്കണം. എനിക്ക് പറയാനുള്ള ആശയം റീഡറിൻ്റെ ആശയമാക്കി മാറ്റുമ്പോൾ മാത്രമേ റീഡർക്ക് അത് വായിക്കാനായിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. റീഡേഴ്സ് നോളജ് അബൌട്ട് മൈ ടോപ്പിക്. അതായത് എൻ്റെ ടോപ്പിക്ക് നേരത്തെ റീഡറിന് അറിയാവുന്നതാണോ, അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും കൂടുതൽ നോളജ് പറയേണ്ടത് ആവശ്യമാണോ, അവർക്ക് അറിയാവുന്ന ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നതെങ്കിൽ അത്രയും ശ്രദ്ധാപൂർവം എഴുതുകയും വേണം. അത്രത്തോളം റീഡേഴ്സ് കൂടുതൽ വായിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി എഴുതുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഓഥർ എഴുതുമ്പോൾ റീഡറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യം ഉണ്ട്. ഏത് ടൈപ്പ് ഓഫ് റീഡറാണ് അത് വായിക്കുന്നത് എന്ന് കൃത്യമായി അറിഞ്ഞു വേണം ഒരു റൈറ്റർ എഴുതാനായിട്ട്. ബ്രെയിൻ സ്റ്റോമിംഗ് ആണ് അടുത്തത്. എ ഗ്രൂപ്പ് ആക്ടിവിറ്റി കണ്ടക്റ്റഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് എ പ്രൊജക്ട് ടു ജനറേറ്റ് ഐഡിയാസ്. അതായത് ബ്രെയിൻ സ്റ്റോമിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവരും കൂടി ഇരുന്ന് ചർച്ച ചെയ്ത് ഏത് ടൈപ്പ് ഓഫ് ടോപ്പിക്കിനെ ബേസ് ചെയ്ത് വേണം പ്രൊജക്റ്റ് ചെയ്യാൻ എന്ന് കണ്ടെത്തുന്നതാണ് ബ്രെയിൻ സ്റ്റോമിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ ഈ ബ്രെയിൻ സ്റ്റോമിംഗ് വരുന്ന ഒരവസരത്തിലാണ് നമുക്ക് പുതിയ പുതിയ ഐഡിയാസ് ജനറേറ്റ് ചെയ്യാനും പുതിയ രീതിയിൽ ആശയങ്ങൾ കൈമാറാനും സാധിക്കുന്നത്. അടുത്തത് പേർപ്പസ് ഓഫ് ആൻ അക്കാഡമിക് വർക്ക് എന്ന് പറഞ്ഞാൽ റീസൺ ഫോർ റൈറ്റിംഗ്. അതും രണ്ടും സെയിം തന്നെയാണ്. പേർപ്പസ് ഓഫ് അക്കാഡമിക് വർക്ക് അല്ലെങ്കിൽ റീസൺ ഫോർ റൈറ്റിംഗ് എന്നത് ഷുഡ് ബി ക്ലിയർ, അക്കാഡമിക്, എഡ്യൂക്കേഷണൽ. അതായത് കൃത്യമായിട്ട് അത് അക്കാഡമിക് അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ലെവലിലുള്ള ഒരു പേർപ്പസ് തന്നെ ആയിരിക്കണം നമ്മുടെ റൈറ്റിങ്ങിന് ഉണ്ടായിരിക്കേണ്ടത്. സോഷ്യൽ, റെറ്ററിക് ആൻഡ് കരിയർ റിലേറ്റഡ് പേർപ്പസ്. അതായത് കരിയർ റിലേറ്റഡ് പേർപ്പസോ സോഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അക്കാഡമിക് ലെവലിലുള്ള ഒരു ടൈപ്പ് ഓഫ് റൈറ്റിംഗ് ആവേണ്ട ആവശ്യം ഉണ്ട്. പെർസ്വേഡ് ദ ഓഡിയൻസ് ദ വേ യു വാണ്ട് ദം ടു തിങ്ക്. അതായത് റീഡറിന് സ്വീകാര്യമാകുന്ന രീതിയിൽ അല്ലെങ്കിൽ ഓഡിയൻസിന് സ്വീകാര്യമാകുന്ന രീതിയിൽ നമ്മൾ ചെയ്യേണ്ട ആവശ്യം ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അത് ഓഡിയൻസ് ഉണ്ടാവണം. അത് വായിക്കാനായിട്ട് ആളുകളില്ലാതെ നമ്മൾ എഴുതിയിട്ട് കാര്യമില്ല. അപ്പോൾ അത് എഴുതുന്ന ആളുകൾക്ക്, എഴുതുമ്പോൾ വായിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ലിസണറിന് സ്വീകാര്യമാവുന്ന രീതിയിൽ എഴുതാനായിട്ട് അവർക്ക് ചിന്തിക്കാൻ, അതായത് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ വായനക്കാരൻ ചിന്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എഴുത്തുകളായിരിക്കണം നമ്മൾ എപ്പോഴും എഴുതേണ്ടത്. വോയിസ് ഇൻ ആൻ അക്കാഡമിക് വർക്ക്
അക്കാഡമിക് വർക്കിൽ വോയിസ് എങ്ങനെയായിരിക്കണം? ഷുഡ് മെയിൻറ്റെയിൻ ഒബ്ജക്റ്റിവിറ്റി ഇൻ ദെയർ അപ്രോച്ചസ് ആൻഡ് പെർസ്പെക്റ്റീവ്സ്. അതായത് ഒരു ഒബ്ജക്റ്റീവ് വേയിൽ ഒരിക്കലും സബ്ജക്റ്റീവ് പോയിന്റ് ഓഫ് വ്യൂവിൽ എഴുതാനായിട്ട് പാടില്ല. അതായത് എൻ്റെ അഭിപ്രായം, ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചത്, അങ്ങനെ പറയാനായിട്ട് പാടില്ല. എപ്പോഴും അത് ജനറൽ പോയിന്റ് ഓഫ് വ്യൂവിലായിരിക്കണം പറയുന്നത്. ഒബ്ജക്റ്റിവിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനറൽ ആയിട്ടുള്ള ഐഡിയ എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. മേക്ക് ദ റീഡർ ബിലീവ് ദാറ്റ് യുവർ വ്യൂസ് ആർ വർത്ത് കൺസിഡറിങ്. അതായത് റീഡറിന് തോന്നണം ഇത് നല്ല ഒരു കാര്യമാണല്ലോ, ഇത് ഉപകാരപ്രദമാവുന്ന ഒരു കാര്യമാണല്ലോ എന്ന് ചിന്തിക്കത്തക്ക രീതിയിലുള്ള വ്യൂസ് വേണം ഒരു റൈറ്റർ പ്രൊവൈഡ് ചെയ്യാനായിട്ട്. ഒരിക്കലും എക്സ്പ്രഷൻസ് ഇൻ മൈ ഒപ്പീനിയൻ ഇങ്ങനെയുള്ള എക്സ്പ്രഷൻസ് പ്രൊജക്റ്റിൽ അല്ലെങ്കിൽ അക്കാഡമിക് റൈറ്റിങ്ങിൽ ഉൾപ്പെടുത്താനായിട്ട് പാടില്ല. ഇൻഫർമേഷൻ ഷുഡ് സൗണ്ട് യൂസ്ഫുൾ ഫോർ ദ റീഡർ. എപ്പോഴും അത് റീഡറിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷനായിട്ട് ഫീൽ ചെയ്യണം. കൺവേ ഐഡിയാസ് മോർ ഡയറക്ട്ലി ആൻഡ് ക്ലിയർലി. ക്ലിയർ ആയിട്ടും അതേപോലെ ഡയറക്റ്റ് ആയിട്ടുള്ള ഐഡിയാസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമ്മളുടെ അക്കാഡമിക് റൈറ്റിങ്ങിലൂടെ നമുക്ക് സാധിക്കണം. ഇനി സ്ട്രക്ചർ ഓഫ് ആൻ അക്കാഡമിക് എസ്സേ ആണ് അടുത്തത്. സ്ട്രക്ചർ വരുമ്പം ഓൾറെഡി ഇൻട്രൊഡക്ഷൻ, ബോഡി പാരഗ്രാഫ്, കൺക്ലൂഡിംഗ് പാരഗ്രാഫ്, ഇത്രയും കാര്യങ്ങളാണ് സ്ട്രക്ചർ. ഏതൊരു എസ്സേയുടെയും സ്ട്രക്ചറിൽ ഇൻട്രൊഡക്ഷനും ബോഡി പാരഗ്രാഫും കൺക്ലൂഡിംഗ് പാരഗ്രാഫും ഉണ്ടാവുക. ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് റീഡറിന് നമ്മളുടെ എസ്സേയിലേക്ക് എന്ത് ചെയ്യുക, ശ്രദ്ധ എത്തിക്കുക. അവർ മെയിൻ ഐഡിയാസും അതിൻ്റെ ഔട്ട്ലൈൻ ഓഫ് ദി എസ്സേ ഒക്കെ പറയുമ്പോൾ അത് വായിക്കുമ്പോൾ തന്നെ റീഡറിന് ഇത് മുഴുവൻ വായിച്ചാൽ കൊള്ളാം എന്നൊരു രീതിയിലേക്ക് എത്തിക്കുകയാണ് ഇൻട്രൊഡക്ഷനിലൂടെ നമ്മൾ ചെയ്യേണ്ടത്. എന്തൊക്കെയാണ് അതിലുള്ളത് എന്ന കാര്യങ്ങളിനെ ഒരു ചുരുക്കരൂപമാണ് ഇൻട്രൊഡക്ഷനിൽ വരിക. ഇനി ബോഡി പാരാഗ്രാഫിൽ ഈച്ച് പാരാഗ്രാഫിൽ എന്തൊക്കെയാണ് എഴുതുന്നത് എന്നത് ഒരു ചെയിൻ ആയിട്ട് ഒരു ഓർഡറിൽ ഓരോ പാരാഗ്രാഫിലും പറഞ്ഞു പോകണം. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് അതിനുശേഷം ഫസ്റ്റ് പാരാഗ്രാഫിൽ ഒരു ടോപ്പിക്കിനെ പറ്റി പറയുക, അതിൻ്റെ അടുത്ത ചെയിൻ നെക്സ്റ്റ് എന്താണ് സീക്വൻഷ്യൽ ഓർഡറിൽ തന്നെ അടുത്ത പാരാഗ്രാഫ് അങ്ങനെ പറഞ്ഞു പോകാനായിട്ട് പറ്റണം. കോൺട്രിബ്യൂട്ടിങ് ടു ദ ഹോൾനെസ് ഓഫ് ദ വർക്ക്. അതായത് ഈ ഒരു വർക്കിൻ്റെ മൊത്തമായിട്ടും എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഓരോ പാരാഗ്രാഫിലൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു പോവുകയും അവസാനം ആ ഫൈൻഡിങ്സിൽ എത്തിച്ചേർന്ന് മൊത്തം ഒന്ന് കൺക്ലൂഡ് ചെയ്യുകയുമാണ് കൺക്ലൂഡിംഗ് പാരഗ്രാഫിൽ ചെയ്യുന്നത്. കൺക്ലൂഡിംഗ് പാരഗ്രാഫ് വരുമ്പോഴേക്കും നമ്മുടെ റിസൾട്ട് എന്താണ്, ഫൈൻഡിങ്സ് എന്താണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ചെയ്യുക. കൺക്ലൂഡിംഗ് പാരഗ്രാഫിലാണ് എപ്പോഴും നമ്മുടെ ഫൈൻഡിങ്സ് അല്ലെങ്കിൽ റിസൾട്ട് നമ്മൾ പറയുക. അടുത്തത് കൈൻഡ്സ് ഓഫ് സെൻറ്റൻസസ് യൂസ്ഡ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് ഉണ്ട്. ഒന്ന് ടോപ്പിക് സെൻറ്റൻസ്, 2 സബ്സ്റ്റാൻസിയേഷൻ, 3 കൺക്ലൂഷൻ ഓർ ട്രാൻസിഷൻ ആണ്. ഇപ്പോൾ ടോപ്പിക് സെൻറ്റൻസ് എന്ന് പറയുന്നത് മെയിൻ ഐഡിയ ഓഫ് ഈച്ച് പാരാഗ്രാഫ്, എല്ലാ പാരാഗ്രാഫിനെയും പറ്റിയിട്ടുള്ള മെയിൻ ഐഡിയ ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് പോലെ തന്നെ പറയുന്നതാണ് ടോപ്പിക് സെൻറ്റൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സബ്സ്റ്റാൻസിയേഷനിൽ വരുന്നത് ആർഗ്യുമെന്റിനെ നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും അതിനെ ഡിവൈഡ് ചെയ്ത് ക്ലാരിഫൈ ചെയ്ത് ക്ലിയർ ആയിട്ട് കുറച്ചും കൂടി ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു പോകുന്നതാണ് സബ്സ്റ്റാൻസിയേഷൻ. അവിടെ ഹാർട്ട് ഓഫ് അക്കാഡമിക് റൈറ്റിംഗ് എന്ന് പറയുന്നതും ഈ സബ്സ്റ്റാൻസിയേഷൻ തന്നെയാണ്. നമ്മളുടെ റൈറ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റിവിറ്റി എന്താണ് എന്ന് വെളിപ്പെടുന്നതും ഈ ഒരു സെക്ഷനിലാണ്. അടുത്തത് കൺക്ലൂഡിങ് അല്ലെങ്കിൽ ട്രാൻസിഷൻ എന്ന് പറയുന്ന സെഷനാണ്. കൺക്ലൂഡിങ് പാരാഗ്രാഫിൽ എന്താണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെയൊക്കെ ഒന്നും കൂടി സമ്മറൈസ് ചെയ്ത് കൺക്ലൂഡ് ചെയ്ത് പറയുന്ന ഒരു ഇതാണ് കൺക്ലൂഡിങ് ഇതിൽ സെൻറ്റൻസിൽ വരുന്നത്. ടോപ്പിക് സെൻറ്റൻസ് എന്ന് പറയുന്നത് മെയിൻ ഐഡിയ ഇൻട്രൊഡക്ഷനിൽ വരുന്ന ഇൻട്രൊഡക്ടറി പാരഗ്രാഫിൽ വരുന്നത് പോലെ തന്നെയാണ് ടോപ്പിക് സെൻറ്റൻസിൽ വരുന്നത്. സബ്സ്റ്റാൻസിയേഷൻ സെൻറ്റൻസിൽ വരുന്നത് ബോഡി പാരഗ്രാഫിൽ വരുന്ന കാര്യങ്ങളാണ്. കൺക്ലൂഷൻ ട്രാൻസിഷൻ സെൻറ്റൻസിൽ വരുന്നത് കൺക്ലൂഡിങ് പാരഗ്രാഫിൽ വരുന്ന കാര്യങ്ങളാണ്. ഇത്രയുമാണ് 3rd യൂണിറ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ. ഇഷ്ടമായി എന്ന് കരുതുന്നു. താങ്ക് യു. അടുത്ത വീഡിയോ ഉടനെ ഇടുന്നതായിരിക്കും.